ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവി ഒറിജിനൽസ്. ആൻഡ് നമ്മൾ നിൽക്കുന്നത് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണല്ലോ, ദ മോസ്റ്റ് ഫേമസ് ട്രിവാൻഡ്രം സൂ. ഇന്ന് ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഘോഷ് മീഡിയ ഡയറക്ടർ മിസ്റ്റർ ഘോഷ് കൂടെയുണ്ട്. ഇന്ന് ഞങ്ങൾ വന്ന വർക്കിംഗ് ഡേയിലാണ്, തിരക്കുണ്ടാകത്തില്ലെന്ന് വിചാരിച്ചെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കയറി കാണാം. ടിക്കറ്റ് റേറ്റ്സ് വളരെ ചീപ്പാണ്, 40 റുപ്പീസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഡിജിറ്റൽ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 150 റുപ്പീസ് കൊടുക്കണം. പിന്നെ ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അങ്ങനെയൊക്കെ ആണെങ്കിൽ 2K കൊടുക്കേണ്ടി വരും. ഞങ്ങളങ്ങനെ 2 ടിക്കറ്റും എടുത്ത് കയറാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ പിന്നെ ഫോണാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു പീക്കോക്കിനെ കണ്ട് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ അടുത്തോട്ടൊക്കെ ചെന്നിട്ട് അത് നീങ്ങുന്നൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരെ കണ്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു ചെറിയൊരു ഇലക്ട്രിക് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതിനും എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് എൻ്റെ ആവശ്യമില്ല, നമ്മൾ നടന്ന് തന്നെ കാണുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നമുക്ക് നടന്നെല്ലാം കാണാം. പിന്നെ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ അത് യൂസ് ചെയ്ത് നല്ലതായിരിക്കും. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം അല്ലേ. ഹലോ ഫ്രണ്ട്സ്, ഘോഷ് മീഡിയ ഹിയർ. നമസ്കാരം. അവി ഒറിജിനൽസ് ഹിയർ. എല്ലാവരും ഉണ്ട്. നമ്മൾ ട്രിവാൻഡ്രം സൂലാണ്. ഇവൻ ഈ നാട്ടുകാരനാണെങ്കിലും അതെ, 10 കൊല്ലത്തിന് ശേഷമാണ് വരുന്നത്. അതെ, ഞാൻ ഈ നാട്ടുകാരനല്ലാത്തോണ്ട് കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അടുത്തുള്ള സ്ഥലത്ത് പോകില്ലല്ലോ. പക്ഷേ കൊച്ചിലെ വന്നിട്ടുണ്ടെങ്കിലും, കൊച്ചിലെ അല്ല 10 കൊല്ലം മുന്നേ വന്നപ്പം, പക്ഷെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് 10 വർഷത്തിനേക്കാളും. നമ്മൾ ഈ തവണ കുറെ പുതിയ ഇൻമേറ്റ്സ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. അതെ, അപ്പൊ എല്ലാവർക്കും കാണാം. ഓക്കെ, പോയിട്ട് വരാം. പോവാം. ഇതെന്താണ് സാധനം? ഇതെടാ കാട്ടുപോത്തല്ലേ? അത് ബൈസൺ ആണ്. അവിടെ നമ്മൾ നേരത്തെ എടുത്തായിരുന്നു. ഓ, അതിന് വെള്ളം കൊടുക്കാൻ കൊടുത്തേക്കുന്നുണ്ടല്ലേ? അവരെ കെട്ടിയേക്കുന്ന ആ ഒരു കൂടും കൊള്ളാം അല്ലേ? മുകളിൽ ഓടൊക്കെ രസമുണ്ട്. ഇവിടെ മൊത്തത്തിൽ വേറൊരു ആംബിയൻസ് അല്ലേ? അതെ അതെ, സൂപ്പർ ആംബിയൻസ്, ഒരു കാടിന്റെ ആംബിയൻസ് തന്നെയാണ്. അതിന്റെ തൂണൊക്കെ കണ്ടില്ലേ? ബൈസനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സൈഡിൽ നെക്സ്റ്റ് ഒരു മങ്കിയുടെ ഒരു സ്ഥലമായിരുന്നു. മങ്കിയുടെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അത് വായിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ മങ്കി നല്ല ദൂരത്തായിരുന്നു. ഞങ്ങൾ മാക്സിമം സൂം ചെയ്തിട്ടാണ് ഇതിനെ എടുക്കുന്നത്. ഇത് നമ്മുടെ കുരങ്ങ്. നമ്മൾ സ്ഥിരം മൂന്നാറും അത് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടെ നല്ല സൈസ് ഉണ്ടല്ലേ ഇവർക്ക്. പിന്നെ ഫുഡ് ഉണ്ടല്ലോ 3 നേരം, അതുകൊണ്ട് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന പോലെ അല്ലേ? അതെ, നൈസായിട്ട് കഴിക്കുന്ന. ചെറിയ മഹാഗണി, വല്ലാത്തൊരു ഗണിയാണ്. കൊള്ളാല്ലേ സാധനം? കൊള്ളാം. നല്ല ക്യാഷ് ആയിരിക്കും അല്ലേ? പക്ഷെ ഇത് ഇവിടെ ഉള്ളവരും കേക്കണ്ട, ഇപ്പൊ തന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. ഇവിടെ രാവിലെ തന്നെ എത്തിയതേ ഉള്ളതുകൊണ്ട് ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓസ്ട്രിച്ചിന്റെ മുട്ട കഴിച്ചിട്ടുണ്ടോ? ഇല്ല. സൂപ്പറാ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചോദിച്ചു കേട്ടപ്പോഴത്തേക്ക് നിനക്ക് എന്താണെന്ന് അറിയോ? ഇല്ല. ഇതിന്റെ പേര് സുവോളജിക്കൽ ഗാർഡൻ, തിരുവനന്തപുരം. ഖലിജ് ഫെസന്റ്. കോഴിയാണ് സംഗതി, തോന്നുന്നില്ലേ? കോഴി പോലുണ്ട്. കോഴിയല്ല, വേറെ ഒരു ലുക്ക്. ഇതാണ് നേരിട്ട് കാണാൻ ഇതുപോലെ. സമയം എടുക്കുമല്ലോ. ഇവരെങ്ങനെയായിരിക്കും ഇത് പറയുന്നത്? അവിടെ കിടക്കുന്ന ഖലാജി ഫെസന്റിനെ പോയി നോക്കാൻ പറയൂ? ഒന്നും പറയില്ല, ഈ ഒരു സെക്ഷൻ നോക്കാൻ പറയൂ അല്ലേ? അല്ല, അങ്ങനെ ഇവരെ മുകളിൽ കുരങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രസമുണ്ടല്ലേ കാണാൻ? പറ്റിച്ച് എന്ത്? അതിനകത്തൊന്നുമില്ല. ഒന്നും ഇല്ലല്ലേ? ഓറഞ്ച് വിങ്ഡ് ആമസോൺ. എവിടെടാ? അതെ, മുകളിലുണ്ട്. അതിന്റെ പേരെന്താടാ? ഓറഞ്ച് വിങ്ഡ് ആമസോൺ. ഗോൾഡൻ ഫെസന്റ്, സുവർണ കോഴി. കൊള്ളാം. എവിടെ? സുവർണ കോഴി ഒളിഞ്ഞിരിക്കുക. ഗോൾഡൻ ഫെസന്റ്, സുവർണ കോഴി. സുവർണ കോഴി. സിൽവർ ഫെസന്റ്, വെള്ളിക്കോഴി. സത്യം പറഞ്ഞാൽ ചിക്കൻ കടലൊക്കെ പോകുന്ന ഒരു സത്യം. അതെ. മോതിര തത്ത, റോസ് റിങ്ങാർഡ് പാരക്കറ്റ്. സാധാരണ പക്ഷെ രസമുണ്ടല്ലേ?
എല്ലാം അങ്ങ് രസമാണല്ലോ. അതെ, ഭയങ്കര രസം തോന്നുമല്ലോ. ഇതിന്റെ പേര് സ്കാർലറ്റ് മക്കാവു. ആരാ മക്കാവു? സ്കാർലറ്റ് മക്കാവു. കൊള്ളാം, നല്ല കളർഫുൾ തത്തയില്ല ഇട്ടിരിക്കുന്ന പോലെ ഉണ്ട് അല്ലേ ഓണത്തിനൊക്കെ. അത് വിളിക്കുന്ന പേരെവിടെ? സാൽമോൺ ക്രസ്റ്റഡ് കൊക്കാറ്റ്. എല്ലാരും വായിച്ചു നോക്കിയോ. ഫ്രൈസ് കൊക്കാറ്റ്. നമ്മള് പിള്ളേര് കയറുന്ന പോലെ ഉണ്ട്. ഇവിടുന്ന് തിരിച്ചു പറയുന്നുണ്ട് പിള്ളേര്. സൗണ്ട് കൊള്ളാം അല്ലേ? പേയ്മെന്റ് കൊടുത്താല് ഇലക്ട്രിക് ആണ് വണ്ടി, കണ്ടില്ലേ? എക്കോ ഫ്രണ്ട്ലി. അതിൽ പോണോ? ആദ്യം കണ്ട ഒരു ഓളില്ലേ, കൂമൻ. സെയിം കൂമൻ. കൂമൻ നമ്മൾ ഇറങ്ങി ഇങ്ങനെ വന്നതല്ലേ. ഇനി അങ്ങോട്ടല്ലേ നെറ്റ് അടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഒരു സിസേഴ്സ് കിട്ടിയത് നീ കട്ട് ചെയ്ത് കൂടായിരുന്നല്ലേ. അപ്പൊ തന്നെ നമ്മൾ അകത്തുമ്പോ മൃഗശാലയാണ്. നമ്മുടെ മീനാശി ഇല്ലേ കൊല്ലകടവില്, മീനാശിയുടെ അതേ മുടിയല്ലേ. ശരിയാ. അവളെ ഒന്നും കൊണ്ട് കാണിക്കുന്നത്. അവളെ കേക്കണ്ട, നമുക്ക് ഫോട്ടോ എടുത്ത് വെച്ചു കൊടുക്കാം. അതെ, നമ്മൾ നടന്ന് അപ്പം ബേർഡ്സിന്റെ ഭാഗമൊക്കെ നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞു. ഇനി പയ്യെ കുറച്ച് വൈൽഡ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് കയറുകയാണ്. ഇതാണ് ഇതിന്റെ മാപ്പ്. അതെ, മാപ്പ്. നമ്മൾ താഴോട്ടുള്ള വഴി കൂടെ നടക്കുകയാണ്. ഇതെന്താടാ പൂട്ടിയിട്ടിരിക്കുന്നത്? എന്തോ ഉണ്ടല്ലോ ഇവിടെ. ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നു. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസിനകത്തോടെ നോക്കാം. ശരി, എന്തോ വൈൽഡ് ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നല്ലോ ഇതിനകത്ത്. ഓല് അവിടെ നിന്ന് ഇങ്ങോട്ട് ആളെ വിളിച്ചോണ്ട് വരുന്നത് എന്തോ ഇച്ചിരി വൈൽഡ് ആണതോ. മേളിലൊക്കെ കാണുന്നില്ല. നമുക്ക് താപ്പായിട്ട് ഇതിന്റെ ഇവിടെ ഉണ്ട്. എന്തായാലും ഇതിന്റെ പേര് എഴുതിയിട്ടില്ലല്ലോ. തിരികെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്കടപ്പോത്തല എഫക്ട് കിട്ടും. കുറച്ചുണ്ട്. ഇവിടെ വെള്ളം പക്കടപ്പോത്തലയാണ്. വെള്ളമൊക്കെ പക്കടപ്പോത്തലയാണ്. കണ്ടോ, വെള്ളമുണ്ട്. ഡേഞ്ചർ. സോറി, ഹനുമാൻ കുരങ്ങ്. ഹനുമാൻ കുരങ്ങ്. കുരങ്ങ് എവിടെ? നേപ്പാൾ. ഫൗണ്ട് ഇൻ നോർത്ത് നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ്, ശ്രീലങ്ക ആൻഡ് ബംഗ്ലാദേശ്. ചാടി വരാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം. ആണ് ഇച്ചിരി ഡേഞ്ചറസ് ആ സാധനം. അല്ലെങ്കിൽ ചില്ലൊന്നും ഇടൂലല്ലോ. ആൾ എവിടെ ഇരിക്കുന്ന പോലും നമ്മൾ കാണുന്നില്ല. എവിടെയും കാണും, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ശ്രദ്ധിച്ചു നോക്കി കാണുന്നില്ല. ഇവിടെ ഉണ്ട്. അടുത്ത സ്ഥലത്തേക്ക് അതിനെ കുറച്ച് ഇവിടെ ഇരുന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. രണ്ടു മിനിറ്റ് ഇരുന്ന് നോക്കാം. ഇരിക്കാം, ബാ. അണ്ണാനെ കണ്ടു, കൊരങ്ങനെ കണ്ടില്ല. അണ്ണാനെ കാണാനാണോ ഇവിടെ? ശ്രദ്ധിച്ചോ, ഷീറ്റൊക്കെ വെച്ച് മറച്ച് വലിയ ഷീറ്റൊക്കെ അല്ലെ വെള്ളമൊക്കെ ഇടില്ല. ചാടി പോകാൻ ചാൻസ് കൂടുതലായോണ്ട് ഈ മരമൊക്കെ കണ്ടില്ല മുറിച്ച് വെച്ചേക്കുന്നത് മോൾ ഭാഗം. ചാടാൻ കുറച്ച് അത് ബ്രാഞ്ചസ് വന്ന അടുത്തിലോട്ട് കണക്ട് ചെയ്ത് ചാടാൻ കുറച്ച് സ്കിൽഫുൾ ആയിട്ടുള്ള കുരങ്ങാണെന്ന് തോന്നുന്നു. കാരണം അവിടെ ഉള്ളതിനെ ഒന്നും വെറുതെ ഇട്ടിരിക്കില്ല. ഹനുമാൻ കുരങ്ങെന്നാണല്ലോ പേര്. അതെ, സ്പെഷ്യൽ സ്പീഷീസ് ആണോ CCTV സർവൈലൻസ്. പണ്ട് ഇതൊന്നും ഇല്ലാത്തപ്പോ വരുമായിരുന്നു. എന്ത് CCTV ഇല്ലാത്ത കാലത്തല്ലേ? അവി ഓടുകയാണ് സ്ഥലത്തോട്ട്. പെട്ടെന്ന് തീർക്കണ്ട നമുക്ക്. അല്ലല്ലോ, നമുക്ക് പയ്യെ കണ്ട് വിശദീകരിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ പണ്ട് പോലെയുള്ള സാധനമാണ്. സാധനം മീൻസ് കൂട്. കോളിനെ കാണുന്നില്ലല്ലോ. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഐറ്റം അവിടെ ഉണ്ട്, ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നുണ്ടാണോ? അല്ല. നീ ഒന്ന് നോക്ക്, കാണുന്നുണ്ടോന്ന്. രാത്രി ഇതിനകത്ത് കയറ്റി വിടില്ലല്ലോ. ആരും രാത്രി കയറുമ്പോ 5 മണിയോടെ ക്ലോസ് ചെയ്യും. വൈബ്സിലേക്കാണ് നമ്മൾ കയറുന്നത്. പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അതാ എനിക്ക് ഓർമ്മ വന്നു. അത് നമ്മൾ പുറത്തുനിന്ന് കയറാൻ നിന്നപ്പോഴേ ലൈനായിട്ട് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോഴേ ബ്ലാക്ക് ബിയർ. നമുക്ക് ഏകദേശം കാണേണ്ട സ്ഥലങ്ങളൊക്കെ അതിന്റെ മേളിൽ സംഭവം ഇരിപ്പുണ്ട് കേട്ടോ. ഇതിന്റെ പേര് വൾച്ചറല്ലേ? ഒരു മിനിറ്റ്. അതെ, വൾച്ചർ തന്നെ. ഹിമാലയൻ വൾച്ചർ ആണ് കേട്ടോ. നമ്മുടെ അടുത്തൊന്നും പോകുന്നില്ലോടാ. പേടിച്ചു ഞാൻ ചേട്ടൻ ഇറങ്ങിയത് പുറത്ത്. പറഞ്ഞോ മീൻ മുതല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കാണപ്പെടുന്ന. ഭാരം 150-181 കിലോഗ്രാം. നീളം 4 to 6.5 മീറ്റർ. ആഹാര രീതി മാംസബുക്ക്. ജീവിത കാലയളവ് 40 to 60 മാംസമാണല്ലേ? അതെ. മുട്ട വിരിയുന്നതിനുള്ള സമയം 60 to 80 ദിവസം. ഇത് ഭയങ്കര അനങ്ങാതെ കിടക്കട്ടെ. അതെ, ഗാവിയാലസ് ജാൻസ്ലിയാറ്റിയസ്. സ്പീഡിൽ അറ്റാക്ക് ചെയ്തില്ല. അത് കൊള്ളാലുണ്ട്. ജുറാസിക് വേൾഡിലൊക്കെ പോകുന്നത്. അതെ, അത് കൊള്ളാം കേട്ടോ. ഓപ്പറേറ്റ് അടിക്കും, അല്ലെങ്കിൽ ആ BGM ഉണ്ടായിരുന്നല്ലേ? സത്യം. ജുറാസിക് വേൾഡിലെ സെയിം സീൻ അല്ലേ? സെയിം സീൻ.
ഫുൾ നിറഞ്ഞിരിക്കുന്നല്ലേ സാധനം. അരയന്നങ്ങളുടെ വീട് എന്ന് പറഞ്ഞ സിനിമയില് ആ അരയന്നല്ലേ ഇത്? അതെ. ആണോ? അല്ലേ? അല്ലല്ല. നമുക്കൊരു പേരെന്തായാലും ഫ്രണ്ടിൽ പോയി നോക്കാം. മുകളിലൊക്കെ നെറ്റ് ഇട്ടിട്ടുണ്ട് പറന്ന് രക്ഷപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി. അവിടെ നിന്നെടുക്കട ഗ്ലാസ് ഉണ്ട്. അതെ, പിന്നെ വന്നല്ലേ ഈ വണ്ടി മുമ്പിൽ. നമ്മളെ വിട്ട് പോവില്ല. ചാടിയും കേറിയാലോ ചേട്ടാ? എന്തായാലും ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടിക്കാം. ഗ്ലാസ്സിലൂടെ അരയണങ്ങളെ കാണാം. ഇവിടെ ഉള്ളത് ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. വായിച്ചു നോക്കും എല്ലാരും. സ്മൂത്ത് കോട്ടൺ ഒട്ടർ, നീർനായ. നീർനായ 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 സ്മൂത്ത്. കണ്ടിട്ടില്ല കേട്ടോ നീർനായ. കണ്ടിട്ടില്ല. നോക്കാം. ഇതാണ് സാധനം അല്ലേ? നീർനായാണെന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ. നീർനായനെ കാണുന്നില്ല. മേ ബി നീർനായ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക്. ഓ, പിള്ളേരെത്തി. നിങ്ങൾ ഏത് സ്കൂളിലെ പിള്ളേരാ മക്കളെ? സ്കൂളിന്റെ പേരെന്താ? ഓ, ബൈ ബൈ. ഓക്കെ. ഈ സാധനം പിന്നെയും വന്നടാ. അതായത് നമ്മളെ വിട്ട് പോവില്ല. നമുക്കൊരു പക്കടപ്പത്തിൽ കൊടുക്കാം. കണ്ടില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. സാധനം തോളിലിരിക്കുവോ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടല്ലേ? എന്ത് കൂട് കാണാൻ? അല്ല, കൂട് ഒരു വൈൽഡ്. നീർനായ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സൈഡിലും വന്നു. നീർനായ കാണുന്നില്ല. നേരത്തെ കണ്ട പിള്ളേർ അവിടെ നിൽക്കുന്നത് കാണാം. അതെ, മോളോട്ട് പോവാം. കണ്ടിട്ടൊരു ഇവിടെ വരെ പറ്റും. മൊറാക്കി കഠിനമാണ്. ഇവിടെ ഉണ്ടോ? ഇല്ല, നീർനായ ഇല്ല കേട്ടോ. പറ്റിപ്പാന്ന് തോന്നുന്നു. വലിയ കൂടാ കേട്ടോ, സാധനം വലുതാ. അടുത്ത തവണ നീർനായ കാണാൻ വരുന്ന ആൾക്കാര് സമയം കളയാൻ നിൽക്കണ്ട. ആ നായ ഇവിടെ ഇല്ല. സത്യം സത്യം. എവിടെ താഴെ എന്തോ നടന്ന് ഒരു 20% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഒരു റിവർ ഉണ്ട്. റിവർ അല്ല, എന്താ പോണ്ട്, തോട്. ഇത് എന്താണൊന്നും ഇല്ല, മനസ്സിലാവുന്നില്ല. വേസ്റ്റ് ഒക്കെ ഇട്ട് കിടക്കും. അതെ, അതെ കണ്ടോ. പക്ഷെ അവിടെ പിള്ളേരുണ്ട്. പിള്ളേര് നമ്മളെ വിട്ട് പോകുന്നില്ല. ഓക്കെ, നമുക്ക് പോവാം. അടുത്ത സ്ഥലം വൈൽഡ് അനിമൽസ് ആണ്. സെക്ഷൻ 9 വന്യജീവി സംരക്ഷണ നിയമം. 1972 മൃഗശാലയിലെ മൃഗങ്ങളെ കളിയാക്കുക, ഭക്ഷണം നൽകുക. എടാ, കളിയാക്കരുത് കേട്ടോ. മീനാക്ഷിയുടെ മുടി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ശരിയാക്കണോ? സ്ലോത്ത് എവിടെ? ഈ നടുക്കി കുഴി ഇല്ലെങ്കിൽ റെഡി ആവുമല്ലേ നമ്മുടെ കാര്യം? ഇതില്ലെങ്കിൽ വേറെ മിക്കാറ് ആ ഗുഹയ്ക്കകത്തായിരിക്കും. ഇത് വലിയ ഗുഹയാന്ന് തോന്നുന്നത്. അതിന്റെ താഴ്ച. മൊബൈല് പോവല്ലേ? പിന്നെ കാര്യം വേണ്ട വേണ്ട എടുക്കണ്ട. കാണുന്നില്ലല്ലോ. വരും എന്താണല്ലോ, എപ്പോഴേലും ഇറങ്ങി വരുമായിരിക്കും. ഫൈനലി കണ്ടടാ. അതിന്റെ ഒരു പുറം ഭാഗം മാത്രം കാണാല്ലേ. നോക്ക്, കണ്ടോ? ഹെവി സാധനം. ചന്തുവിനെ പോലുണ്ടല്ലേ? ചന്തു ഞാൻ നോക്കിയപ്പോ ഒരു സാധനം ചന്തു ഇറങ്ങി പോകുന്നോട് ഭയങ്കര സൈസാ. ഇത് എന്നിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മൾ മാക്സിമം സൂമിലെത്തി, ബട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലല്ലോ. കാത്തുനിന്നെങ്കിലും നമുക്ക് ഫൈനലി അതിന്റെ നല്ലൊരു വിഷ്വല് കിട്ടി. ഇതിനെപ്പറ്റി പറയുന്നതേ, കാട്ടിൽ ചെല്ലുമ്പം ഏറ്റവും അപകടകാരി ഇതാണെന്നാ പറയുന്നു. ഇങ്ങനെ നിന്നിട്ട് എന്നീട്ട് ഒരു നിപ്പം നിൽക്കും. അപകടകാരി വരുന്നുണ്ട്. നഖം ഇങ്ങനെ നീട്ടി. എന്റെ നഖം ഭയങ്കര സീനാണെന്ന് പറയുന്നത്. നെറ്റ് സർഫീസ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. അടുത്തടുത്ത് വരുന്നുണ്ട്. അതിന്റെ ശബ്ദമാണോടാ? ഇല്ല, പിന്നെ നോക്കുന്നടാ. പക്കട പോത്തലയാണോ? ചെറുതായിട്ട് പക്കപ്പോത്തലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വരുന്നുണ്ട് കേട്ടോ. വിളിച്ചാ നോക്കാം. കരടിയെ എന്ത് പിണങ്ങി പോകുന്നല്ലോ. അത് ഒതുങ്ങി കിടക്കുന്ന ഇഷ്ടം തോന്നുന്നു. പക്ഷെ അത്രയ്ക്ക് ഒതുക്കമുള്ള ആളൊന്നും അല്ല. കപ്പിയപ്പോ കിട്ടിക്കഴിഞ്ഞാൽ ഇടിച്ചാണ് കൊല്ലുന്നത്. തിരിച്ചു പോകും. അപ്പൊ നമുക്കും ചന്തു അല്ലേ? കറക്റ്റ് ചന്തു. ഇങ്ങനെ നോക്കുമ്പോ ചന്തു. ഇവിടെ കറുത്ത ഇതെന്താണ് ഈ കരടിക്ക് വ്യത്യാസം? കിടക്കാനാണോ? അതിന്റെ കഴുത്ത് കണ്ടോ? അത് വെളിച്ചം അടിക്കുന്ന ബെൽറ്റ് പോലുണ്ടല്ലേ? ആ, വെളിച്ചം അടിക്കുന്ന. ദോടാ ഇത് രണ്ട് കണക്റ്റഡ് അല്ലല്ലേ? അല്ലല്ലോ, രണ്ടാണ്. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സ്പീഷ്യസിന് അപ്പുറത്തെ ഒരെണ്ണം അല്ലേ കിടക്കുന്നത്. ഡേഞ്ചറസ് അല്ലായിരിക്കും. അല്ലെങ്കിൽ ആ ഗുഹയ്ക്കകത്ത് കാണും. അല്ലെങ്കിൽ പ്രായമായതാന്ന് തോന്നുന്നു. മറ്റേത് ഇതിന് അത്രയും പ്രായമില്ല. നഖം നോക്ക്. ഇതിന്റെ നഖമാണ് സീൻ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം അടുത്ത് തന്നെ കാണാം അല്ലേ നമുക്കിവിടെ. നടുക്കി കുഴിയില്ലെങ്കിലും ഉണ്ടല്ലോ.
അതിന്റെ കഴുത്തിലെന്താ പാമ്പ് കിടക്കുന്ന പോലെ ഉണ്ടല്ലേ, എന്നുവെച്ചാൽ ഡിസൈൻ അതിന്റെ. ഇത് മറ്റേ മൈഡിയർ കരടി സിനിമയ്ക്കകത്തെ ആ ഒരു ലുക്ക് ഉണ്ടല്ലേ, ആ ഡിസൈൻ ആണെന്ന് തോന്നുന്നു. അതിന്റെ കുണുങ്ങിയാണല്ലോ പോലെ. ചന്തു നല്ല ഹെൽത്തി ചന്തു അത്. നോക്ക് കാണുമ്പോ ചിരിയ സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അടുത്തോട്ട് ചെല്ലുമ്പോ അങ്ങനെ ആയിരിക്കത്തില്ല. പിന്നെ സ്നേഹിക്കാൻ നമ്മള് വേണ്ടേ. കാരണം കുറച്ച് ഒബീസ് ആണെന്ന് തോന്നുന്നല്ലേ, കുറച്ച് കഷ്ടപ്പെട്ടാണല്ലോ നടക്കുന്നത്. നല്ല സൈസ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ചേട്ടാ, അങ്ങോട്ട് ഇല്ല അല്ലേ. അവിടെ കയറ് കെട്ടി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വണ്ടി എത്തിയിട്ടുണ്ടോ നമ്മുടെ? നല്ല ആംബിയൻസ് ആണ് ശരിക്കും. ഇപ്പൊ സമയം അറൗണ്ട് 11:45 പക്ഷെ ഇവിടുത്തെ ഒരു വെയിലൊന്നുമില്ല, നല്ല തണുപ്പാണ്. കൊള്ളാല്ലേടാ കുറച്ചേരം പോണം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാം. മാക്സിമം റെസ്റ്റ്. വണ്ടി ഇവിടെ കരടി വല്ലതും വരുവോ? അവസാനം ഫോട്ടോയുടെ ബാക്കി വന്ന് ഇരിക്കരുത്. അമ്മേ, ഇവിടെ വന്നിരിക്കുമ്പോ സൂക്ഷിക്കേണ്ട കാര്യം ഈ ചേരയൊക്കെ കാണും കേട്ടോ, താഴെ താഴെ സൂക്ഷിക്കണം. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കൊള്ളാല്ലേ. ഇവിടെയൊക്കെ ഓരോ ആൾക്കാർ വന്നവരൊക്കെ അവരുടെ പേരും നാളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. എന്തോടാ അവിടെ? ഇന്ത്യയിലാടാ എവിടെ? ഫൈനലി നമ്മൾ സിംഹത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ട്. ഇവിടെ നോക്ക്, 2 ഉണ്ട് കേട്ടോ. പൊളി പൊളി. കുറച്ചുകൂടെ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് എടുക്കായിരുന്നു. ദൂരെ അവിടെ ഇരിക്കുന്നത്. ഇങ്ങോട്ട് കണ്ടോ, പണ്ട് ഇതെല്ലാം കൂട്ടിനകത്തായിരുന്നു വരുമ്പോ അല്ലേ. നേരത്തെ അന്ന് ഞാൻ വന്നപ്പോ ഈ ചെയറല്ലേ, ചെയറിലൊക്കെ അതിന്റെ മുകളിൽ ഇതേ എണീറ്റ് കേട്ടോ, ഇതേ നടന്നു വരുന്നുണ്ട്. നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ വന്നത് അവരെ അറിഞ്ഞു തോന്നുന്നു. നമുക്കൊരു പോസ് തരാൻ വേണ്ടി വരുവാന്ന് തോന്നുന്നു. പിന്നെ കണ്ടെന്ന് തോന്നുന്നത് തിരിച്ചു പോയി. വരുന്നടാ. ഫൈനലി നമ്മള് കാത്തിരുന്ന. എടാ നോക്കണം, എന്ത് രസമല്ലേ, ഭയങ്കര ഹെവി അല്ലേ. നീ ഒന്ന് വിളിച്ചേനെ, പക്കടപ്പോത്തലെ ആവും. എവിടെ പോകുന്നു? വിളിച്ചോട്ടെ. നമ്മള് കാത്തു നിന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ അല്ലേ. ഇതിനെ കണ്ട നമ്മൾ വിളിച്ചു വയ്ക്കും ശരിക്കും. ഇങ്ങോട്ട് വരാൻ പറ. നമ്മളെ കണ്ട് പേടിച്ചെന്നാ തോന്നടാ. കണ്ടപ്പോഴും പിള്ളേരുടെ ഫീമെയിലും മെയിലും ഒരു ഫ്രെയിമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു നോട്ടോടാ. എങ്ങനെ കൊടുക്കണം? ഇത് ഗ്രില്ല് പൊക്കൂ, ഗ്രില്ലിനകോ അത് എറിഞ്ഞു കൊടുക്കുകയാണോ മേളിൽ കൂടെ? പൊക്കൂ. അല്ല അപ്പൊ അത് നടുക്ക് കുഴിയുണ്ട്. കൂട്ടിനകത്താ കൊടുക്കുന്നത്. ഞാനത് ആലോചിച്ച് ഇതിപ്പോ നിങ്ങളെ അടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അത്ര കണ്ടൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അവിടെ അങ്ങ് നിൽക്കാൻ തോന്നുന്നു. എന്താണ് ഇതിന്റെ ആക്ടിവിറ്റി, എന്തൊക്കെയാണ് കൊടുക്കാൻ സമയം കൂടെ ആയി. അതുകൊണ്ട് ഇത് മറ്റേ ഓസ്ട്രിച്ച് അല്ല, നമ്മളത് കണ്ടതായിരുന്നു. ഇല്ല, ഇതിനെ കണ്ടില്ല. നമ്മളവിടെ വേറെന്തോ ഇരുന്നത്തെ ഞാൻ കണ്ട്, പക്ഷെ ഇതാണെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ലായിരുന്നു അത്, ഇതല്ലായിരുന്നു അത്. ഇതെന്താണ് ഓസ്ട്രിച്ച് അല്ല, എഴുതിയിട്ടുണ്ടോ? എമു. ഓസ്ട്രേലിയൻ കാണപ്പെടുന്ന ഭാരം 30-55, മുട്ട വിരിയാൻ എടുക്കുന്നത് സമയം 8 ആഴ്ച, ഉയരം 1.5 to 1.9 മീറ്റർ, ജീവിത കാലയളവ് 10 to 20 വർഷം. നേറ്റീവ് ടു ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ കങ്കാരൂനെ പോലൊക്കെ അവിടുത്തെ എല്ലാം ഒരു പ്രത്യേക ഷേപ്പ് അല്ലേ അവിടുത്തെ ആനിമൽസ്. ഇതാ നമ്മൾ നേരത്തെ വന്ന വഴി. ഇവിടെ നമ്മൾ റൈറ്റ് കയറി പോയത്.
ഇവിടുന്ന് റൈറ്റ് കയറി നമ്മൾ നേരത്തെ വന്നത്. താപ്പോട്ട് പോയി നോക്കാം. എന്തായാലും പുലിയുണ്ട്, കടുവയുണ്ട്. ടൈഗറിനെ കണ്ടില്ലല്ലോ. കാണാം കാണാല്ലേ. താഴെയാണെന്ന് പിള്ളേരെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തിയല്ലോ. ടൈഗറിനെ കണ്ടപ്പോ പിള്ളേരായിരുന്നു കോമഡി. ടൈഗറിനെ ഇപ്പൊ കണ്ടേര്. ടൈഗർ മാറിപ്പോയി, പേരും മാറിപ്പോയി. ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇപ്പൊ പൊട്ടാമസ് എല്ലാം വെള്ളത്തിലാട്ടോ. കേറി വരാമെങ്കിൽ കാണാം. അതെ, ഒരെണ്ണം കേറാൻ പോവാൻ തോന്നുന്നല്ലേ. കേറാൻ പോവാണെന്ന് തോന്നുന്നു. ഇതിന് കേറാൻ പറ്റുമോ അത്? പിന്നെ പൊട്ടാമസ് ഇപ്പോഴങ്ങനെ കേറി വരുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയോണ്ടായിരിക്കും വെള്ളത്തില്. ഇത് ഗേറ്റ് ആയിരുന്നു വരാനുള്ള. ഇതാണ് ഇപ്പൊ പൊട്ടാമസിന് കടന്നു വരാനുള്ള ഗേറ്റ് ആണ് തോന്നുന്നു. ഈ സാധനം പുലിക്ക് വെക്കണം അല്ലേ? പൊളിക്കും. എല്ലാ ഹിപ്പോപ്പൊട്ടാമസും വെള്ളത്തിന് ചെറുതായിട്ട് കാണാം. ഫുൾ ടൈം വെള്ളത്തിലല്ലേ? ഫുൾ തണ്ണിയാ. തണ്ണി ഇപ്പൊ ചൂടൊക്കെ തുടങ്ങിയില്ലടാ, സമയം അതല്ലേ. അല്ല, എപ്പോഴും അത് വെള്ളത്തിന്റെ അല്ലേ? മറ്റേ ചെളിക്കാത്ത കിടക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ആണ്. ഇന്ന് കാട്ടിലെ പന്നി. അതെ, കാട്ടിലെ പന്നി. പൊളിച്ച് ഇപ്പൊ നമുക്ക് തലയൊക്കെ ഇട്ട് തുടങ്ങിയട്ടാ. പൊളിച്ച് ഒരുപാടുണ്ട്. ഇത് നിന്ന നിപ്പിന് ഒരു ചാട്ടം ഉണ്ട് വെള്ളത്തിൽ കിടന്നിട്ട്. അവി പോയി ഒരു ഹൈഫൈ കൊടുക്കുന്നോ? നീ ചാടിക്കോ? വേണ്ട. ഇതെന്താ സാധനം? ഇതെന്താ? ദിസ് വേ. സാമ്പാറോ? ഉണ്ടല്ലേ. ഡിയർ. സിംഹം, കടുവ, ഇതൊക്കെ ഒത്തിരി ഉണ്ടല്ലേ. ഒരുപാടുണ്ട്. ഫുഡൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. കൃഷ്ണമൃഗം. എടാ, ഇതിനല്ലേ മറ്റേ സൽമാൻ ഖാൻ എന്തോ കേസൊക്കെ ഉണ്ടായല്ലേ? പാവ അല്ലേ ഇതൊക്കെ? അതെ. സ്റ്റേറ്റ് ആൻഡ് എന്റെ പേര് ഓസ്ട്രിച്ചാണോടാ? ബ്രൗൺ റിയ അമേരിക്കാന. അഞ്ചു വരെ മുട്ടകൾ നിക്ഷേപിക്കുന്ന. പക്ഷെ അങ്ങനെ പറക്കും തോന്നില്ല. ഇവിടെ ഓപ്പൺ ആയിട്ടേക്കല്ലേ? അതെ. ഡിയർ ആണത്. പാകിസ്ഥാൻ, നോർത്ത് ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഫുള്ള് വെജാ കേട്ടോ. പൊളിച്ച്. ഇത് മൊത്തം വെജാ. കുറെ ഉണ്ടല്ലേ. അതിന്റെ മെയില് നിൽക്കുന്നുണ്ടാവും. അവിടെ കൊമ്പൊക്കെ ഉണ്ടായിട്ട് ദൂരെ പറഞ്ഞോ. അവിടെയല്ലേ? ഇതിനൊക്കെ വേണം വീട്ടിലും വളർത്താൻ തോന്നുന്നല്ലേ? അങ്ങനല്ല, പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ വളർത്താൻ ഫ്രണ്ട്ലി ആയിരിക്കുമല്ലോ. മനസ്സിലായി. ആടിനെയൊക്കെ വളർത്തുന്ന പോലെ. പക്ഷെ നമ്മൾ അകത്താവും, അതാണ് പ്രശ്നം. വൈൽഡ് ആയതുകൊണ്ട്. ഈ റൈറ്റിലോട്ടൊന്ന് നോക്കി. നമ്മൾ സ്ഥിരം കൊച്ചിലെ പടമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ പടത്തിലൊക്കെ വരയ്ക്കും. ഇതല്ല ഫ്രണ്ട് വശം അല്ലേ എന്റെ? ഹലോ. നിന്നെ നോക്കുന്നു. കസ്തൂരിമാൻ. അത്യാവശ്യം സൈസുള്ള 2 കിടിലം കാട്ടുപോത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. അവർ തമാശ കളിക്കുകയാണോ സീരിയസ് ഫൈറ്റ് ആണോ എന്നറിയില്ല. പക്ഷെ അത് കണ്ടില്ലേ, നല്ല അതിൻ്റെ ബോഡിയൊക്കെ കണ്ടില്ലേ, ഫുൾ മസിൽസ് ഒക്കെ വെച്ചിട്ട് ജിമ്മിലൊക്കെ നിൽക്കുന്ന പോലെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. ഉണ്ട്. എന്നാലും വേണോടാ ചെറുതായിട്ടൊരു സ്നാക്ക്? ചെറുത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഏതാടാ?
ലെപ്പേർഡാന്ന് തോന്നുന്നു. ഇവിടെ ലെപ്പേർഡാണെന്ന് തോന്നുന്നു. ഇവന്റെ പേര് ഗണേഷ് എന്നാണ്. 2009 ജനിച്ചല്ലേ. ഗണേശന്റെ 10/7/2009. മോനെ പക്കട പോകത്തില്ല, മൈൻഡ് ചെയ്യുന്നില്ലല്ലോടാ. ഇങ്ങനെ വലം വെക്കുവാന്ന് തോന്നല്ലേ. അതിന് വേറെ ചെയ്യാനല്ല, ബോറടിച്ചിരിക്കുവായിരിക്കല്ലേ. ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ഒരു മോട്ടോർ പോലത്തെ. സ്വപ്നം കണ്ട് ചിരിച്ചതാ. ഒരെണ്ണം കൂടെ ഉണ്ട്, എവിടെയെങ്കിലും ഒരെണ്ണം കൂടെ കാണും. അടുത്തോട്ട് വെളിച്ചം കുറച്ചാൽ മതി. വെളിച്ചം കുറച്ചാൽ കിട്ടൂല കേട്ടോ, കൂട്ടിയാലേ കിട്ടും. പൊളിച്ചെന്താണേലും നോക്കാം, നോക്കാം. പ്രായമായതായോണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഇട്ടിരിക്കുന്നത്. കൂട്ടിലിട്ടേക്കുന്നോ അല്ലേ? മേ ബി ആവാം. കൂട്ടിൽ തന്നെ കുറെ കാക്കകളുണ്ടോ എനിക്ക് തോന്നുന്നു. അത് കഴിച്ച് മതിയാക്കി, അതിന്റെ ബാക്കി ഒന്നാണ് ഈ കഴിക്കുന്നത്. അല്ല അതിന് വിശന്നിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ അതെ, അതവിടെ ഇതിലൊക്കെ ഉരച്ചോണ്ടൊക്കെ ഇരിക്കുന്നത്. ചൊറിയ ബംഗാൾ ടൈഗറിനെ കാണാം. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലാണ് കാണപ്പെടുന്നത്. 140 to 300 കിലോഗ്രാം. പേരുണ്ടോടാ? രണ്ടുപേരെ പേരുണ്ടാവൂടാ. ഇവിടെ എവിടെയെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാ വരുന്നത്. അത് ഹെവി, നോക്കി എന്നെ കാണാൻ മതി. ഇത് പക്ഷെ കുറച്ച് പേടി വരുമല്ലേ. നേരത്തെ ഗണേശൻ വന്ന പോലെ ഇവനും കറങ്ങി വരുമോ നോക്കാം. പക്ഷെ ഇവൻ ഇച്ചിരി പ്രശ്നക്കാരനാ. പക്ഷെ അപ്പുറത്തെ സൈഡിൽ പോയിരുന്നാലും കാണാം കേട്ടോ. അപ്പുറത്തോട്ട് വീടില്ല. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ ഇപ്പുറത്ത് വരുമെന്ന് തോന്നുന്നു. നമ്മളപ്പുറത്ത് പോയാൽ പിന്നെ നമ്മളങ്ങനെ ഇപ്പുറത്ത് വരും. അതാണ് അടുത്ത ചോദ്യം. കാരണം ഞാൻ വഴിയൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. വെള്ളം കുടിക്കുന്നതാ കടുവ. ഈ ഡിസ്റ്റൻസ് കണ്ടിട്ട് വലിയ വലുപ്പമൊന്നും തോന്നുന്നില്ല. അടുത്തോട്ട് വരുമ്പോ ഇതല്ല ആള്. ഇങ്ങോട്ട് വരുമോ നമുക്ക് നോക്കാം. വരുന്നില്ല. ആൾക്കാർ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാധനം. അവസാനം അടുത്തേക്ക് വരുന്നുണ്ട്. സൗണ്ട് കേട്ടോ നീ? ഇതില് കേൾക്കാൻ ചാൻസ് അല്ല നിങ്ങൾക്ക്, പക്ഷെ ഞങ്ങളത് കേട്ടു. അതെ, എന്തൊക്കെയോ വെക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ ഹൈന കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താണോ അങ്ങോട്ട് കിടന്ന് ഓടുന്നല്ലേ? എന്തോ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നല്ലേ? തിരിച്ചു കയറി പോയി. അപ്പൊ അവിടെ ബീഫാ കിടപ്പുണ്ട് കേട്ടോ അവന് കഴിക്കാനുള്ള. ബീഫാണോ ചിക്കനാണ് എന്തേ കിടക്കുന്നത്? ബീഫ് എന്തോ മീറ്റാണ്. ബീഫാണോ എന്താണെന്ന് അറിയില്ലല്ലോ. കയറിപ്പോയി. നീ ഒന്ന് വിളിച്ചേ. കൈ കിട്ടി എന്തായിരിക്കും ഇവിടെ അവസ്ഥ? കേറി നോക്ക്. ലിയോക്കകത്ത് ഇതാണല്ലേ ഹൈന? ഒരു പുലിയുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്, എന്റെ തല ഇങ്ങോട്ടാ ഇരിക്കുന്നത്. സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഒരു കൈയൊക്കെ പൊക്കി ഇരിക്കുകയാണ് അവിടെ. എപ്പ വേണോ ഇങ്ങോട്ട് വരാം. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ? നോക്കാം. അതൊന്നുമില്ല. ഇവിടെ ഒരു ലെപ്പേർഡ് ഉണ്ട് കേട്ടോ. കൂട്ടിലുള്ള ലെപ്പേർഡ്. ഗണേശന്റെ കൂട്ടുകാരനാന്ന് തോന്നുന്നില്ലടാ? ആയിരിക്കും. കൂട്ടുകാരനോ? പക്ഷെ അതിനെ എന്താ അങ്ങനെ വിട്ടിരിക്കുന്നത്? ഇതിനെ ഇങ്ങനെ അറിയില്ല. അതാ ചോദിക്കണം. ആരോട്? ഇതിന്റെ ആൾക്കാരോടല്ലേ? അതെ. അപ്പൊ എന്തായാലും നമ്മള് കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്, പോയി നോക്കാം. ഒന്ന് പോയി നോക്കാം. അത് നമുക്ക് ഉറപ്പിക്കാം. സമയം ഏതാണ്ട് 1 മണിയായിട്ടുണ്ട്. വെയിലുണ്ട്, പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയില് നമുക്ക് അടിക്കുന്നില്ല. പുലിയാണ് കൊടുക്കണോ നിക്കുന്നത്? ഇപ്പൊ എന്താ ടൈഗർ? സത്യം പറഞ്ഞാൽ ഇത്രയും വലുതൊക്കെ കൊടുക്കണം അല്ലേ? അതെ അതെ. ഇതില് കാണുന്നുണ്ടോ? ഇത്രയും വലുത് കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ കഷ്ടമാണ്. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, വരുവാന്നോ? അത് വൈറ്റ് ടൈഗർ ആണോടാ?
വൈറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, വൈറ്റ് ടൈഗർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ വല്ലപ്പോഴും വരുള്ളായിരിക്കും. മഴയൊക്കെ വരുമ്പോ ഗുഹയ്ക്കകത്ത് കയറിയിരിക്കുമായിരിക്കും അല്ലേ. മേ ബി ആയിരിക്കും. അത് കുറച്ച് നല്ല പ്രായമുണ്ട് നീ പറഞ്ഞ പോലെ കേട്ടോ. സൈസും ഉണ്ട്, പ്രായമുണ്ട്. അതിന്റെ ഏകദേശം രീതികളൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. മാന് കുറെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് ഒരുപാടുണ്ട്. ഈ ഗാർഡനിലൊക്കെ പോകുമ്പോഴേ വൈറ്റ് ടൈഗർ ആയിരുന്നു. സൈബീരിയൻ ടൈഗർ ഇസ് ദ ലാർജസ്റ്റ് വൈൽഡ് കാറ്റ് ഇൻ ദ വേൾഡ്. ബംഗാൾ ടൈഗർ ഇസ് ദ നാഷണൽ ആനിമൽ ഓഫ് ഇന്ത്യ. പന്തേര ടൈഗ്രസ്. തൂണൊക്കെ കണ്ടോടാ. എല്ലാവരുടെയും ജാതകവും പേരും ഒക്കെ ഉണ്ടല്ലേ, ഡിസൈൻ ചെയ്ത് വെച്ച പോലെ ഉണ്ടല്ലേ. പക്ഷെ ഇങ്ങനെയൊക്കെ ചുരണ്ടി എഴുതുമ്പോ പ്രശ്നമാവത്തില്ലേ? എഴുതുവാൻ തോന്നും, ഇത്ര എഴുതി വെച്ചില്ലേ. ഒരു ഡിസൈൻ പോലുണ്ട്. ഇവിടെ എന്തേലും പണ്ട് ഉണ്ടായിരുന്നിരിക്കും, മെയിൻ സംഭവം ആയിരുന്നിരിക്കും. ഇത് ഒന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നല്ല രസമുണ്ടല്ലോ ഈ ബിൽഡിംഗ് കെട്ടി വെച്ചിരുന്നതാണ്. പക്ഷെ ഇവരിതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെ ഇപ്പൊ പുതിയതായിട്ട് 10 വർഷം മുന്നേ ഞാൻ വന്നപ്പോ ഇങ്ങനെ അല്ല. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റുന്ന മൃഗങ്ങളൊക്കെ മാറ്റുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. മറ്റൊരു 2 ചെറിയ മൃഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലേ, വേറെ പുലിയാണോ കടുവയാണോ? കടുവ അതിന് നമുക്ക് കാണാൻ ഓപ്ഷൻ ഇല്ല. അതാണ് ഇവരുടെ സൂവിന്റെ ഹോസ്പിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 കുഞ്ഞു കടുവകളുടെ കാര്യം, അതിവിടെ കാണാം. അവര് ചിലപ്പോ ഇതിന്റെ പുറകിലും വല്ല ഡേ കെയർ പോലെ കാണുമായിരിക്കും. അവിടെ ആയിരിക്കും. അതുങ്ങളെ കേജിലോട്ട് മാറ്റിയിട്ടില്ലല്ലോ, ഉപദ്രവിക്കത്തില്ലല്ലോ. കൊച്ചായിരിക്കും, ചെറുതല്ലേ. വണ്ടി എത്തിയല്ലോ, കുറച്ച് ലേറ്റ് ആയല്ലോ. ഇതാ വണ്ടിയല്ല, സൂ ഹോസ്പിറ്റലാണ്. സൂ ഹോസ്പിറ്റലാണ്. നീ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അവിടെ ആയിരിക്കും. അവിടെയാണ്. ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവ്. ഇതൊന്നും എന്തായാലും ഫോണിൽ കിട്ടില്ല. ഈ ബേർഡ്സ് ഒന്നും. നല്ല രസമുണ്ട് കയ്യിൽ. എലക്ടസ് പാരറ്റ്. ഇവിടെ ഇനി കുറച്ച് റെപ്റ്റൈൽസിന്റെ ഒരു ഏരിയ ഇവിടെ ഉണ്ടോ നീലക്കാള? ഇവിടെ വേറെ കുറെ സാധനങ്ങൾ. നീൽഗായ് അല്ലല്ലോ, നീൽഗായ് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ ഇത് ബ്രൗൺ ഗായ് അല്ലേ? നമ്മുടെ പശുവിനെ പോലെ ഉണ്ടല്ലേ. ഫേസ് അല്ല, ഫേസ് മാൻ്റെ. ഇതാണ് നീലക്കാള. ഇതിന്റെ പേരെന്താണ്? ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവു തത്ത മലയാളത്തിൽ. സാധാരണ ഇവ ജോഡിയായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും ചില ഘട്ടങ്ങളിൽ കൂട്ടത്തോടെയും കാണാറുണ്ട്. ഇപ്പൊ എത്ര പേര്? 5 പേരുണ്ടല്ലേ. അല്ല, കാട്ടിൽ ഇവ കൂട്ടത്തോടെ കുന്നുകളിൽ ലവണങ്ങൾ ശേഖരിക്കുന്നതിനായി കാണപ്പെടാറുണ്ട്. ലവണം എന്താടാ? എന്തോ ഞാൻ വേണം നെറ്റ് നോക്കാം. ഇത് കഴിഞ്ഞ് ഇവിടെ എല്ലാവരും നോക്കും. ഇവയുടെ എന്താടാ? മുളമന്നി ഗ്ലാസ് ഇട്ടേക്ക് എനിക്ക് തോന്നുന്നു ഉള്ളു. അതെ, എന്തെങ്കിലും പരിപാടിയൊക്കെ കാണിക്കും. ഇന്ത്യൻ ക്രിസ്റ്റഡ് പോർക്യുപൈൻ, മുള്ളൻ പന്നി. അടുത്തായിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് മായാജാലത്തിന്റെ ലോകത്തോട്ടാണ്. ബട്ടർഫ്ലൈ പാർക്ക് കണ്ടറിയാം. ചിത്രശലഭം ഇവിടെയൊക്കെ കുറച്ചുണ്ടല്ലേ. ഒരു രസമുള്ള രീതിയല്ലേ മൊത്തത്തിലെ. എടാ ഇതില് ക്യാമറയിൽ കാണാത്താന്ന് തോന്നുന്നു കേട്ടോ. അല്ല, ക്യാമറ കാണാത്തതാണ്. ഇവിടെ അത്യാവശ്യം ഉണ്ട്. അവിടെയൊക്കെ ഉണ്ട്, കുറെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയാണ് കറക്റ്റ് ഇതിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു പുറത്തേക്ക് നോക്കൊന്നും ഗ്രില്ലൊന്നും വെച്ച് അടച്ചിട്ടില്ല. പക്ഷെ ഈ ബട്ടർഫ്ലൈ ഇതിനകത്ത് തന്നെ താമസമുണ്ട്. അതിനുള്ളൊരു നാച്ചുറൽ ഹാബിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ അല്ലേ? അതെ, തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. അതാണ് സംഭവം. ഈ മരം നോക്ക്. വൈറ്റ് ഫോർ റിംഗ്. പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഹൗസ് പ്ലാന്റ്സ്. നെക്സ്റ്റ് reptiles. ഈശ്വര. ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റ് ഇല്ല, സോ ബൈ ഇറങ്ങിയിട്ട് കാണാം. ഇവിടെയാണ് നമ്മള് പാമ്പിന്റെ റെപ്റ്റൈൽസിനെ കൊണ്ട് കയറിയത്. ഇപ്പുറത്ത് നമ്മൾ ഇറങ്ങി. ഇതാ കഴിഞ്ഞു കേട്ടോ, സംഭവം കഴിഞ്ഞു. കഴിഞ്ഞു. ഇവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നമ്മള് ക്യാമറ കൊണ്ട് കയറാൻ പറ്റിയില്ല. ഇല്ല, പക്ഷെ വേറൊരു വിഷ്വൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാല്ലേ. വിഷ്വൽ എക്സ്പീരിയൻസ്. ഒരു സൈഡിലോട്ട് നോക്കാനൊരു ഇച്ചിരി വരും. നമ്മുടെ കാലിലേക്കൂടെ എന്തെങ്കിലും ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ. രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. ഇതാണത്, ഈ സാധനം. ഇതിന് വേറെ ടിക്കറ്റ് ആണോ? അല്ലാന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എല്ലാവരും എങ്ങനെയാണ്. അപ്പതാ ഇവിടെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും സെപ്പറേറ്റ് ടിക്കറ്റ് ആടാ. സെപ്പറേറ്റ് ആണ്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ഷോപ്പും ഉണ്ട്. ഇത് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി. ഇത് തുറന്നിട്ടില്ലടാ, ലോക്കാണല്ലോ. ലോക്കാണ്. ഇതുവഴിയാണ് കയറുന്നതെന്ന് തോന്നുന്നല്ലേ. ടിക്കറ്റ് എടുത്ത് ഇവിടെ ഷോപ്പും ഉണ്ട്.
ഇവിടെ വരുന്നതിൻ്റെ ഓർമ്മകൾക്കായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടില്ല. അതെ, ടേബിൾ ഓഫ് കലണ്ടർ ഇതൊക്കെയാണ് അത് സെല് ചെയ്യാൻ വെച്ചേക്കുന്നത്. നമ്മളെ കാണാം. ടിക്കറ്റ് എടുക്കണോടാ? വേണ്ട, വേണ്ടല്ലോ. വേണ്ട, നമുക്ക് പോവാം. അത് പിന്നെ ഒരു ദിവസം അതിന് വേണ്ടി വരാം. അതെ അതെ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ആർട്ട് ഗാലറി. രാജാരൂപമ്മയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതെ. നമ്മള് കയറിയ സ്ഥലത്തേക്ക് ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇതിനടുത്തുള്ളത് എന്ന് പറയുന്നത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, 3D തിയേറ്റേഴ്സ്, ആർട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. വെള്ളമുണ്ട്, ചവിട്ടരുത്. എന്താണേലും കൊള്ളായിരുന്നു. ചെറിയ അകത്ത് വലിയ കോഫി ഷോപ്പ് ഒന്നും ഇല്ല. ക്ലോക്ക് റൂം കാണിച്ചില്ല, ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പിന്നെ ഇവിടെ ചെറിയൊരു കഫേ ഉണ്ട്. ഇത് പണ്ട് പോലെയുള്ള നമ്മളൊക്കെ കൊച്ചിലെ പണ്ട് KTDCയുടെ ആയിരുന്നു. പേര് മാറ്റി. സൂയിൽ നിന്ന് ഇറങ്ങി മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. നല്ല വെയിലാണ്. അകത്തുള്ളപ്പോൾ ഉള്ള ആ ഒരു മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയ പോലെ ഉണ്ട്. ഇവിടെ മ്യൂസിയം കാണാൻ പറ്റും പുറകില്. ഇതാണ് നമ്മുടെ മ്യൂസിയം. സൂ എന്തായാലും നമ്മൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അടുത്തൊരു തവണ വരുന്നുണ്ട്. അടുത്ത വീഡിയോയില് രണ്ടാം ഭാഗമായിട്ടുണ്ട്. അതെ, അപ്പൊ അത് കാണാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കൊരു വേർഡ് ഉണ്ട്, എന്താണെന്നറിയാലോ? പക്കടപ്പോത്തല. അതന്നെ, പക്കടപ്പോത്തല. ആ വേർഡിന്റെ മീനിങ് പറയുന്ന ആൾക്കാർക്ക് ഗോഷ്മിയുടെ വക ഒരു സമ്മാനം ഉണ്ടായിരിക്കും. ഗോഷ്മീഡിയയുടെ വക മാത്രമല്ല, അവി ഒറിജിനൽസിന്റെ വകയും കൂടെ സമ്മാനം ഉണ്ടാവും. മലയാളം വേർഡല്ല, മീനിങ് അറിയുന്നവര് കമന്റ് ചെയ്യുക. ഓക്കെ, ശരി, ടാറ്റാ. നമ്മള് നിൽക്കുന്നത് എവിടെയാണ്? എല്ലാരും വന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള തിരുവനന്തപുരം സൂവിലാണ്. സൂവിലെ കുറച്ച് സ്പെഷ്യൽ അനിമൽസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഞാനൊരു 10 വർഷമായി കേട്ടോ ഇവിടെ വന്നിട്ട്. ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു. കഴിഞ്ഞ വർഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അന്ന് കാണാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് പോവാം. സ്റ്റാർട്ട് ചെയ്യണേ.